ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചിക്കൻ മക്ലൂബ. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ 2 ക്യാപ്സിക്കം, 3 തക്കാളി, 3 കിഴങ്ങ്, 2 ക്യാരറ്റ്, 3 സവാള, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ബ്രിഞ്ചാൾ അതെല്ലാം നല്ല രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകും വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കണം. ക്യാപ്സിക്കവും ഒരു സവാളയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. യൂസ് ചെയ്ത അരി ബസ്മതി റൈസാണ്, ലോങ് റൈസാണ്. അത് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിനകത്ത് കൂത്തു വെക്കണം. ഇനി ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് പാത്രം ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂടാകുമ്പോഴത്തേന് നല്ല വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഞങ്ങൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേന് നമ്മുടെ മസാലക്കൂട്ടെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് എണ്ണയെ കടന്ന് വാടുമ്പോഴത്തേന് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ഒരുപാട് വാടണ്ട, ജസ്റ്റ് ഒന്ന് സ്മെല്ലൊന്ന് മാറുമ്പോഴത്തേന് നമുക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. സവാള നല്ല ബ്രൗൺ കളർ ആവേണ്ട, ചെറിയ രീതിയിൽ ഒരു സോഫ്റ്റ് ആകുമ്പോഴത്തേന് നമുക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി, ഒരു 3 സ്പൂൺ അല്ലെങ്കിൽ 4 സ്പൂൺ ഗരം മസാല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറാനായിട്ട് നമുക്ക് കുറച്ച് നേരം എല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് ഇളക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേന് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ ചിക്കനകത്തൊക്കെ മസാല പിടിക്കണം. അതിനുശേഷം ഒരു ചെറിയ ഫ്ലെയിമിൽ നമുക്ക് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു 2 കപ്പ് വെള്ളം ചിക്കനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം, ചിക്കൻ വേവാനായിട്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ പകുതി നാരങ്ങ ഇതിനകത്ത് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കണം. അത് ചിക്കൻ നന്നായിട്ട് വേവാനായിട്ടും ആ ഒരു ടേസ്റ്റ് കിട്ടാനൊക്കെ ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വേവാനായിട്ട് വെക്കണം. ആ സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഓരോ ഐറ്റംസായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അതിന് തന്നെ നമ്മൾ കിഴങ്ങ് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു സോഫ്റ്റ് ആവുന്നിടം വരെ 2 സൈഡ് നമ്മൾ വറുത്തെടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ എല്ലാ വെജിറ്റബിൾസും വറുത്തെടുക്കാൻ. ബ്രിഞ്ചാളും അതുപോലെ ക്യാരറ്റും ക്യാപ്സിക്കവും എല്ലാം നമ്മൾ വറുത്തെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് കഴുകി വെച്ചിരുന്ന അരി ആ ചിക്കൻ വേവിച്ച വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി അടച്ചു വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കനോട് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ ഐറ്റംസായിട്ട് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ചോറ് ഏതാണ്ട് വേവാറായിട്ടുണ്ട്, ഓൾമോസ്റ്റ് വെന്തു. നമ്മുടെ ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സവാള എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. എല്ലാം നല്ല സോഫ്റ്റ് ആവുന്നിടം വരെ മതി. ക്യാരറ്റും എല്ലാ വെജിറ്റബിൾസും നമ്മൾ വറുത്തെടുക്കണം. തക്കാളിയും എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതിനായി നമ്മളൊരു പാത്രം എടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടി അതിൻ്റെ അടിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. ഓരോന്നും ഇങ്ങനെ പുറത്ത് ഓരോ ലെയറായിട്ട് വെക്കണം. ഈ ലെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പം നമ്മുടെ റൈസിൻ്റെ ലാസ്റ്റ് പാർട്ട് നമ്മുടെ മക്ലൂബ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ആ പാത്രത്തിലോട്ട് അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ പുറത്തൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ലാസ്റ്റ് നമ്മുടെ മക്ലൂബയുടെ ലുക്ക് ഇങ്ങനെയാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.